ഹലോ ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് നമ്മുടെ മാർക്കറ്റിൽ ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് 2.1 ബോർഡുകളൊക്കെയാണ് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് റെഗുലറായിട്ട് മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഐറ്റംസാണ്, ഫാസ്റ്റ് മൂവിങ് ഉള്ള ഐറ്റംസാണ്. നിങ്ങളെല്ലാവരും ഒരു വർഷം ചിലപ്പോൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും മുന്നേ. എന്നാലും ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കുറേ മോഡൽ ബോർഡുകളുടെ ഒരു റിവ്യൂ ചെയ്യാമെന്ന് വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുള്ള TB21 എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ. ഇതിൻ്റെ ബോർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ സബ്, അതുപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് ഇത്രയാണ് വരുന്നത്. ഇവിടെ ഫ്രീക്വൻസി കൺട്രോൾ, ഇത് സബിൻ്റെ വോളിയം, ലെഫ്റ്റ് റൈറ്റ് ട്രിബിൾ, അതുപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റിൻ്റെ ബാസ്, ഇത് മാസ്റ്റർ വോളിയം, ഇത്രയൊക്കെയാണ് വരുന്നത്. പിന്നെ അത് വന്നിട്ട് ഇതിൻ്റെ ഈ സെക്ഷനിൽ സ്പീക്കർ ഔട്ട്, സബ് ഔട്ടും അതുപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് ഔട്ടും ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ ബ്ലൂടൂത്ത് ഓക്സ് എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, USB ഓപ്ഷൻ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇവിടെ DC ഇൻപുട്ട് കൊടുക്കാനുള്ള സെക്ഷനാണ്. 12 മുതൽ 24 വോൾട്ട് വരെയാണ് ഇതിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് വരുന്നത്. ഈ ബോർഡിൻ്റെ ഡീറ്റെയിൽ ഇതാണ്. പിന്നെ വന്നിട്ട് ഒരു TB21 തന്നെ വേറൊരു മോഡൽ. ഇതിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ ബോർഡിൻ്റെ പോലെ തന്നെ ഫ്രീക്വൻസി, സബ് വോളിയം, അതുപോലെ തന്നെ ബാസ് ട്രിബിൾ, അതുപോലെ തന്നെ ഇവിടെ മാസ്റ്റർ വോളിയം വരുന്നത് എൻകോഡറാണ്. ഇതിലാണ് നമുക്ക് വോളിയം സബിൻ്റെയും അതുപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റിൻ്റെ വോളിയം ഇതിൽ കുറയ്ക്കാൻ പറ്റും. എൻകോഡർ ടൈപ്പാണ് വരുന്നത്. മറ്റൊരു വോളിയം കൺട്രോൾ ആയിരുന്നു, ഇതിൽ എൻകോഡർ ടൈപ്പാണ് വരുന്നത്. ഇത് വേറെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ USB ഓപ്ഷൻ കൂടി ഇതിലുണ്ട്. വേറെ വ്യത്യാസം നല്ല വാട്ട്സും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. 50, 100 വാട്ടാണ് വരുന്നത്. മറ്റേതുപോലെ തന്നെ സ്പീക്കർ, അതുപോലെ തന്നെ DC ഇൻപുട്ട് 12 മുതൽ 24 വോൾട്ട് വരെ, ഇത്രയൊക്കെയാണ് ഇതിൽ വരുന്നത്. ബ്ലൂടൂത്ത് ഓക്സ്, USB 3 ഓപ്ഷൻ ഇതിലുണ്ട്. മോഡൽ നമ്പർ TB21 തന്നെയാണ്. 2 മോഡലുണ്ട്. TB21 USB ഉള്ളതുണ്ട്, അതുപോലെ തന്നെ USB ഇല്ലാതെ ബ്ലൂടൂത്ത് ഓക്സ് വരുന്ന സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ അടുത്ത മോഡൽ വന്നിട്ട് HT21 2.1 160 + 160 സബ് 220 വാട്ടാണ് ഇത് വരുന്നത്. ഇതിൻ്റെ ബോർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു ബോർഡാണ്, നല്ല ക്വാളിറ്റി ഉള്ള ബോർഡാണ്. ഇതിൽ നമുക്ക് ബ്ലൂടൂത്ത് ഓക്സ്, USB ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ USB ഫ്രണ്ടിൽ തന്നെയാണ് വരുന്നത്. നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി സൗകര്യപ്രദമായ രീതിയിൽ ഫ്രണ്ടിൽ തന്നെയാണ് ഇതിൻ്റെ USB വരുന്നത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ മറ്റേ പോലെ തന്നെ സബ് വൂഫർ, ഫ്രീക്വൻസി, വോളിയം, ബാസ് ട്രിബിൾ, അതുപോലെ തന്നെ മാസ്റ്റർ വോളിയം, ഇത്രയൊക്കെയാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് നെക്സ്റ്റ് ഫോർവേഡ് സോങ്സിൻ്റെ മറ്റേ ബ്ലൂടൂത്തിലായാലും അതുപോലെ തന്നെ USB ഓപ്ഷനിലായാലും നെക്സ്റ്റ് ഫോർവേഡ് ചേഞ്ച് ചെയ്യാനുള്ള സ്വിച്ച് വരുന്നുണ്ട് ഇതിൽ. പിന്നെ വന്നിട്ട് ഇതിൻ്റെ വാട്ട്സ് വന്നിട്ട് 160, 220 വാട്ടാണ് വരുന്നത്. സബ് 220 വാട്ടും ചാനൽ 160 വാട്ട് വെച്ചിട്ട് 2 ചാനലും. ബ്ലൂടൂത്ത് ഓക്സ്, USB 3 ഓപ്ഷൻ ഉണ്ട്. DC നമുക്കിതിൽ കമ്പനി പറയണത് 12 മുതൽ 36 വോൾട്ട് വരെയാണ് കൊടുക്കാൻ. പക്ഷേ 12 വോൾട്ടാലും വർക്ക് ചെയ്യും. പക്ഷേ അതിന് കറക്റ്റ് പെർഫോമൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ 35 വോൾട്ട്, 10 ആമ്പിയറൊക്കെ കൊടുത്താലും നമുക്ക് കറക്റ്റ് പെർഫോമൻസ് കിട്ടുള്ളൂ. നല്ല വർക്കിംഗ് ഉള്ള ബോർഡാണ്. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. കംപ്ലൈൻ്റ് ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഫാനും കാര്യങ്ങളും ഹീറ്റ് ആവില്ല എന്നിരുന്നാലും ഒരു ഫാൻ കൊടുത്തിട്ടുണ്ട് കമ്പനി. നല്ല ക്വാളിറ്റിയുള്ള ബോർഡാണ്. ZK-HT21 എന്നാണ് ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത്. പിന്നെ വന്നിട്ട് വേറൊരു ബോർഡ്, മറ്റേ കാണുമ്പോൾ സെയിം ബോർഡ് പോലെ ഇരിക്കുമെങ്കിലും ഇത് കുറച്ച് വാട്ട്സ് കൂടുതലാണ്. ഇതിൻ്റെ മോഡൽ നമ്പർ വന്നിട്ട് ZK-AS21 എന്നാണ് ഇതിൻ്റെ മോഡൽ വരുന്നത്. ഇത് വന്നിട്ട് നമുക്ക് 220 സബ് 350 വാട്ടാണ് വരുന്നത്. ഇത് നമ്മൾ 15 മുതൽ 38 വോൾട്ട് വരെ കൊടുക്കാമെന്നാണ് കമ്പനി പറയണത്. 15 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നതെന്ന് തന്നെയുള്ളൂ, പക്ഷേ അതിന് പെർഫോമൻസ് കിട്ടില്ല. ഇത് മറ്റേ ബോർഡ്, നേരത്തെ പറഞ്ഞ ബോർഡിൻ്റെ പോലെ തന്നെ ബാസ് ട്രിബിൾ, അതുപോലെ തന്നെ മാസ്റ്റർ വോളിയം, സബിൻ്റെ ഫ്രീക്വൻസി, സബ് വോളിയം, അതുപോലെ തന്നെ മറ്റേ പോലെ തന്നെ നെക്സ്റ്റ് ഫോർവേഡ് അടിക്കാനുള്ള സ്വിച്ചും ഇവിടെ വരുന്നുണ്ട്. പിന്നെ വന്നിട്ട് USB ഓപ്ഷൻ ഇതിൻ്റെ ബാക്കിലാണ് വരുന്നത്. സ്പീക്കർ ഔട്ട് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ DC ഇൻപുട്ട് കൊടുക്കാനുള്ളത് 12 മുതൽ 15 മുതൽ 38 വോൾട്ട് വരെ കൊടുക്കാനുള്ള DC സെക്ഷനിൽ 2 സെക്ഷനുണ്ട്. നമുക്ക് ഡയറക്റ്റ് വയറുകൾ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ DC പിന്ന് വഴി അങ്ങനെ വർക്ക് ചെയ്യിക്കാം. ഇതിനും ഫാനുണ്ട്. നല്ല വർക്കിംഗ് ആണ്. നമുക്ക് ഒരു 12 ഇഞ്ച് JBL പോലുള്ള വൂഫറുകളൊക്കെ നമുക്ക് സുഖമായിട്ട് വർക്ക് ചെയ്യിക്കാൻ പറ്റുന്ന ബോർഡാണ്.
പിന്നെ ഈ ഒരു ബോർഡ് ഇത് 2.1 ബോർഡ് തന്നെയാണ്. ഇത് പണ്ട് വന്നിരുന്ന ഒരു മോഡലാണ്. ഇത് നല്ല ബെസ്റ്റായിട്ടുള്ള വർക്കിംഗ് ഉള്ള ബോർഡാണ്. ഇതിലും ബ്ലൂടൂത്ത് ഓക്സ് മാത്രമേ ഉള്ളൂ, USB ഓപ്ഷൻ ഉണ്ടാവില്ല. നല്ല ക്വാളിറ്റിയുള്ള ബോർഡാണ്. കണ്ടമാനം പോയിക്കൊണ്ടിരിക്കുന്ന ബോർഡായിരുന്നു. TB21 ഒക്കെ പോയി വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഇതിൻ്റെ മൂവിങ് കുറച്ച് കുറഞ്ഞത്. എന്നാലും നല്ല രീതിയിൽ പോകുന്ന ഒരു ബോർഡ് തന്നെയാണ്. നല്ല ക്വാളിറ്റിയുള്ള ബോർഡാണ്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്വാളിറ്റിയുള്ള ബോർഡാണ്. ഇത് വന്നിട്ട് 50 + 100 വാട്ടാണ് നമുക്കിതിൽ കിട്ടുന്നത്. ഇതിലും ഇതുപോലെ തന്നെ സബ് വോളിയം, ഫ്രീക്വൻസി, ലെഫ്റ്റ് റൈറ്റ്, മാസ്റ്റർ ഇത്രയൊക്കെയാണ് വരുന്നത്. ഇതിൽ നമുക്ക് കവറിങ് ഉണ്ടാവില്ല. മറ്റുള്ള ബോർഡുകൾക്കൊക്കെ ബാക്കിലും ഫ്രണ്ടിലും കവർ വരുന്നുണ്ട്. അതായത് നമുക്കിതുപോലെ അടപ്പുകൾ വരുന്നുണ്ട്. അതിൻ്റെ ഫിറ്റിംഗ് കിറ്റും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സ്ക്രൂ, അതുപോലെ തന്നെ നോബ്, DC പിൻ, ഇതൊക്കെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒപ്പം വരുന്നതാണ്. ഈ ഒരു ബോർഡിന് മാത്രം നമുക്ക് കവറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ബോർഡായിട്ട് തന്നെയാണ് വരുന്നത്. നമ്മൾ സെപ്പറേറ്റ് കവറൊക്കെ വാങ്ങി സെറ്റാക്കിയിട്ട് ഉപയോഗിക്കേണ്ടി വരും. പിന്നെ ഈ ബോർഡുകളൊക്കെ നമ്മൾ ഇപ്പോൾ കുറച്ച് റിവ്യൂ വരുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും എന്ന് പറഞ്ഞിട്ട് പരാതി വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ബോർഡിൻ്റെ കംപ്ലൈൻ്റ് ഒന്നും മാത്രം പറയാൻ പറ്റില്ല. ഈ കൊണ്ടുപോകണവർ നമുക്ക് ചിലർ ഒരു ചാനലിൽ തന്നെ 2 സ്പീക്കർ 3 സ്പീക്കറൊക്കെ കൊടുത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിൻ്റെ ICക്ക് താങ്ങാവുന്നതിലധികം ലോഡ് കൊടുക്കുമ്പോൾ ഈ ബോർഡ് കംപ്ലൈൻ്റ് ആവും. പക്ഷേ അതാരും പറയില്ല, ബോർഡിന് മാത്രമേ കുറ്റം പറയുള്ളൂ. നമുക്ക് ഇതിൽ മാക്സിമം 3 ohms 4 ohms വരെയൊക്കെയാണ് കൊടുക്കാൻ പറ്റുക. ഈ 2-3 സ്പീക്കറൊക്കെ കൊടുക്കുമ്പോൾ അത് ഓംസ് വല്ലാണ്ട് കുറഞ്ഞു പോയി IC വല്ലാണ്ട് ഹീറ്റാവും, ലോഡ് കൂടി IC ബേണാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതാരും പറയില്ല ബോർഡ് കംപ്ലൈൻ്റ് ആണ്, ബോർഡ് വാങ്ങി എൻ്റെ കാശ് പോയി എന്നൊക്കെ എല്ലാവരും പറയുള്ളൂ. സബ്ബായാലും ചിലർ വന്നിട്ട് പറയും ഞാൻ 2 സബ് കൊടുത്തു പെട്ടെന്ന് ബോർഡ് പോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരിക. അപ്പോൾ നമുക്ക് ഇതിൽ മാക്സിമം ഒരു സബ്, അതുപോലെ തന്നെ 2 സ്പീക്കർ, മാക്സിമം മിനിമം 4 ohms, മാക്സിമം 8 ohms. ohms കൂടിയോണ്ട് കുഴപ്പമില്ല. എന്തായാലും 4 ohmsന് താഴെ കൊടുത്തു കഴിഞ്ഞാൽ ബോർഡ് കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ വോൾട്ടേജ് കമ്പനി 35 വോൾട്ട് അല്ലെങ്കിൽ 36 വോൾട്ട് അല്ലെങ്കിൽ 24 വോൾട്ട് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനേക്കാളും 2-3 വോൾട്ടേജ് കുറച്ച് കൊടുക്കാൻ ശ്രമിക്കുക. പരമാവധി വോൾട്ടേജ് കൂട്ടി കൊടുക്കാണ്ട് കുറച്ച് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ കൂടുതൽ കാലം ലൈഫും കാര്യങ്ങളൊക്കെ ബോർഡിന് കിട്ടുന്നതാണ്. കണ്ടമാനം മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന ബോർഡാണ്. അപൂർവം ചിലർ കംപ്ലൈൻറ്റ് പറയുന്നത് വെച്ചാൽ ബോർഡിന് പൊതുവെ കംപ്ലൈൻറ്റ് കുറവാണ്. അപ്പോൾ ഇതെല്ലാ ബോർഡുകളും നമ്മുടെ യൂണിവേഴ്സൽ ഓഡിയോ തൃശ്ശൂർ ഷോപ്പിൽ അവൈലബിൾ ആണ്. ആവശ്യക്കാർക്ക് കോൺടാക്റ്റ് ചെയ്യാം, വാട്സപ്പ് മുഖേന കോൺടാക്റ്റ് ചെയ്യാം. കോൾ വിളിച്ചാൽ ചിലപ്പോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ കൊറിയർ, ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് ഉണ്ട്. അങ്ങനെ കൊറിയർ അയച്ചു തരാം. അപ്പോൾ അത്രയൊക്കെയാണ് പറയാനുള്ളത്.